ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പറഞ്ഞിരുന്ന സ്കീമുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. കേരളത്തിന്റെ 600 കിലോമീറ്ററോളം ദൂരം വരുന്ന കോസ്റ്റ് ലൈനിനെ ഒരു പോർട്ട് സിറ്റി ആക്കി മാറ്റാൻ പോകുന്നത്. പോരാത്തതിന് കേരളത്തിൽ ഒരു റെയർ എർത്ത് ആൻഡ് ക്രിട്ടിക്കൽ മിനറൽസ് കോറിഡോറും ഒരു എക്കണോമിക് കോറിഡോറും ഉടൻ തന്നെ പ്രവർത്തനം ആരംഭിക്കും എന്ന് കേരളത്തിലെ UDF ഗവൺമെന്റ് ബഡ്ജറ്റിൽ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ എല്ലാ സ്കീമുകളും ഒന്നും കുറ്റം പറയാൻ കഴിയില്ല, കാരണം അതിൽ കുറേ അധികം സ്കീമുകൾ നല്ല ഇന്നോവേറ്റീവായ ഐഡിയാസും കേരളത്തിന്റെ ഫ്യൂച്ചറിനെ അത് പോസിറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള കുറെ സ്കീമുകളുണ്ട്. നടപ്പാക്കി കഴിഞ്ഞാൽ നല്ലതാണ്. പക്ഷെ ചില സ്കീമുകൾ കേരളത്തിനെ മൊത്തത്തിൽ അങ്ങ് പ്രൈവറ്റ് ഓണേഴ്സിനെ വിട്ടുകൊടുക്കുന്നത് പോലെയും ഒരു അതിമോഹം പോലെയും തോന്നിപ്പോയി. അപ്പൊ അതെല്ലാം തന്നെ വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ബജറ്റിന്റെ ആദ്യം തന്നെ മെൻഷൻ ചെയ്യുന്നത് ഒരു മിഷൻ സമുദ്ര എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ കേരളത്തിന്റെ 600 കിലോമീറ്ററോളം വരുന്ന കോസ്റ്റ് ലൈനിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കേരളത്തിനെ മൊത്തത്തിൽ ഒരു പോർട്ട് സിറ്റി ആക്കി മാറ്റാനാണ്. അതാണ് അതിൽ പ്രത്യേകമായി മെൻഷൻ ചെയ്തിരിക്കുന്ന നിയമം എന്ന് പറയുന്നത്. ഇതിൽ തന്നെ 2 ഇന്റഗ്രേറ്റഡ് സീ പോർട്ടും 17ഓളം വരുന്ന നോൺ മേജർ പോർട്ടുകളുമുണ്ട്. പോരാത്തതിന് കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനലുകളും കൊണ്ടുവരും. പിന്നെ വിഴിഞ്ഞം ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനലിനെ ഇന്ത്യയുടെ ബാക്കിയുള്ള സ്റ്റേറ്റുകളുമായി കണക്ട് ചെയ്യുക എന്നുള്ളതിന്റെ മറ്റൊരു പ്രധാന ലക്ഷ്യമാണ്. തന്നെയല്ല, കേരള ഗവൺമെന്റ് ഒരു കേരള മാരിടൈം പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതുമൂലം കേരളത്തിന്റെ 4 പ്രധാനപ്പെട്ട പോർട്ടുകളുടെ ഡെവലപ്മെന്റ് ഒന്ന് ഇംപ്രൂവ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം. അത് വിഴിഞ്ഞം കോവളം പോർട്ട്, ബേപ്പൂർ, അഴീക്കൽ, പിന്നെ കൊല്ലം പോർട്ട്. അപ്പൊ ഈ ഒരു സ്കീമിന് വേണ്ടി അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 400 കോടിയാണ്. ആൻഡ് ഇത് മുന്നോട്ട് ഇനിഷ്യേറ്റ് ചെയ്യുന്ന പരിപാടികളല്ല, ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിലൂടെ ആയിരിക്കും ഇത് മുന്നോട്ട് കൊണ്ടുപോകും. അപ്പൊ അടുത്തതായി അതിൽ പറയുന്ന സ്കീമാണ് സദേൺ കേരള എക്കണോമിക് കോറിഡോറും റെയർ എർത്ത് ആൻഡ് ക്രിട്ടിക്കൽ മിനറൽസ് കോറിഡോറും. ഇതിൽ പറയുന്നത് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ എന്നീ 3 ജില്ലകളെ കേരളത്തിന്റെ ഒരു ഏകീകൃതമായ സാമ്പത്തിക മേഖലയാക്കി മാറ്റാനും മൊത്തത്തിൽ അവർക്കൊരു നാഷണൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലും അവരുടെ ഒരു സ്ഥിതി നിലയെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ ഈ റെയർ എർത്ത് കോറിഡോറിന്റെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേരളത്തിൽ കൊല്ലത്തിലുള്ള ചവറ ഏരിയയിൽ കുറെ അധികം ബീച്ച് സാൻഡ് മിനറൽസ് കൂടുതലാണ്. കുറെ കോമ്പൗണ്ടുകൾ അവിടെ ഉണ്ട്. റെയർ എർത്ത് എന്നതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ ഇതിനെയൊക്കെ ഒന്ന് ട്രേഡിനും എക്സ്പോർട്ടിനും കാര്യങ്ങൾക്കും ഒക്കെ ഒന്ന് തുറന്നു കൊടുക്കുക, വഴി ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. അപ്പൊ അടുത്ത വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു സ്കീം എന്ന് എനിക്ക് തോന്നിയത് കേരള നോളജ് വാലിയാണ്. അതായത് കേരളത്തിൽ നിന്ന് മറ്റ് സ്റ്റേറ്റുകളിലേക്ക് സ്റ്റുഡൻസ് ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷന് വേണ്ടി പോകുന്ന ആ ഒരു ട്രെൻഡ് മാറ്റാൻ വേണ്ടി കേരളത്തിനെ തന്നെ ഒരു ലോകത്തിലെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ഹബ് ആക്കാനാണ് UDF ഗവൺമെന്റിന്റെ തീരുമാനം. ഇതൊരു രീതിയിൽ നോക്കിയാൽ വളരെ നല്ലതാണ്. കാരണം കേരളത്തിൽ നിന്നുകൊണ്ട് തന്നെ ഒരു ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷനും ഒരു വളരെ നല്ല എക്സ്പോഷറും കുട്ടികൾക്ക് കിട്ടുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. അപ്പം ഇതൊരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഓവർ അംബീഷ്യസ് ആണ്, അത് അതിമോഹം കൂടാണ്. കാരണം 5 വർഷം കൊണ്ട് സാധിക്കാൻ വളരെ പ്രയാസമാണ് ഇത്തരം ഒരു സ്കീം എന്ന് പറയുന്നത്. എല്ലാവരും അതിന് ഒരുമിച്ച് പ്രവർത്തിക്കണം, എല്ലാ സെക്ടറിനും ഉള്ളവർ ഒരുമിച്ച് പ്രവർത്തിക്കണം. ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് അല്ല ഇവിടെ വേണ്ടത്. എല്ലാവരും സ്റ്റുഡൻസ് ആയാലും അവിടെയുള്ള ഫാക്കൽറ്റീസ് ആയാലും കോളേജസ് കൊണ്ടുപോകുന്ന ഓട്ടോണോമസ് കോളേജസ് ആണ് അത് കൊണ്ടുപോകുന്ന ആളുകൾ എല്ലാവരും ഇവിടെ ഒരു ലൈക്ക് മൈൻഡഡ് ആയി പ്രവർത്തിച്ചാലേ ഇത് മുന്നോട്ടേക്ക് പോകത്തുള്ളൂ. അതുകൊണ്ട് ഇത് കുറച്ചുകൂടെ ഒന്ന് ചുരുക്കി കഴിഞ്ഞാൽ, അതായത് ഒരു വേൾഡ് ക്ലാസ് എഡ്യൂക്കേഷൻ ഹബ്ബാക്കി മാറ്റാതെ അത്യാവശ്യം നല്ല റാങ്കിങ്ങോട് കൂടിയുള്ള കോളേജസ് കേരളത്തിൽ കൊണ്ടുവരിക. ഇപ്പോൾ ഉള്ള കോളേജസ് തന്നെ അതിന്റെ സ്ഥിതിയെ ഒന്ന് മെച്ചപ്പെടുത്തിയെടുക്കുകയാണെങ്കിൽ കുറെ കൂടെ കുട്ടികൾ കേരളത്തിൽ തന്നെ പഠിക്കുന്നതല്ലാതെ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് പഠിക്കുന്നതിന്റെ എണ്ണം കൂടുകയും ചെയ്യും. അപ്പോൾ ഒരു പ്രകൃതി ദുരന്തം വരുന്നതിന് മുൻപ് അതിനെപ്പറ്റി മുൻകൂട്ടി അറിയുക, അതിന് വേണ്ടുന്ന ഇപ്പോൾ ഇൻകേസ് വന്നു കഴിഞ്ഞാൽ തന്നെ അതിനെ പ്രതിരോധിക്കുക, വരാതിരിക്കാൻ വേണ്ടി പ്രിവെന്റീവ് മെഷേഴ്സ് എടുക്കുക. അതിനു വേണ്ടിയൊക്കെ കേരള ഡിസാസ്റ്റർ റെസിലിയൻസ് പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് ഉടൻ തന്നെ എഫക്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. കാരണം കഴിഞ്ഞ വർഷം ഏതാണ്ട് ഈ സമയത്താണ് നമ്മൾ ചൂരൽമല ട്രാജഡിയെ പറ്റി അറിയുന്നത്, അത് നടക്കുന്നത്. അപ്പൊ അതുപോലെ ഇനിയും മുൻപോട്ട് ഒന്നും നടക്കാതിരിക്കണമെങ്കിൽ ഇത് ഉടനെ തന്നെ മോഷനിലേക്ക് കൊണ്ടുവന്നാൽ വളരെ നല്ലതായിരിക്കും. ആദ്യ നിയമസഭയിൽ തന്നെ ശ്രീ VD സതീശൻ പറഞ്ഞതുപോലെ തന്നെ വയോജനങ്ങൾക്ക് വേണ്ടുന്ന ഒരു വകുപ്പ് കേരള സിൽവർ എക്കണോമി ഇതാ ബജറ്റിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് കേരളത്തിലെ വയോജനങ്ങൾക്കുള്ള അവരുടെ പ്രൊട്ടക്ഷൻ, അവർക്ക് വേണ്ടുന്ന പെൻഷന്റെ കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറെ ആനുകൂല്യങ്ങൾ ഇതൊക്കെ മാനേജ് ചെയ്യുന്ന ഒരു ഏരിയയാണ് കേരള സിൽവർ എക്കണോമി എന്ന് പറയുന്നത്. അപ്പൊ സ്പോർട്സ് പരമായി പറയുകയാണെങ്കിൽ മലബാർ ഫുട്ബോൾ സ്റ്റേഡിയം എന്ന് അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്.
ഇതുപോലെ കഴിഞ്ഞ LDF സർക്കാരിൽ ശിവൻകുട്ടി സാറ് ഇതുപോലെ പറഞ്ഞതാണ്, ഫുട്ബോൾ സ്റ്റേഡിയം ഒക്കെ നമുക്ക് അവിടെ ഇവിടെയൊക്കെ പണിഞ്ഞിടാം, ഇതുപോലെ തന്നെ പുള്ളി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതാണ്. അതുപോലെ ഒരു പ്രഹസനമാകാതെ ഇരിക്കട്ടെ ഇങ്ങനെ ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിന്റെ കാര്യം. പിന്നെ കേരളത്തിനെ ഒരു കൊമേഴ്ഷ്യൽ ആക്കാൻ വേണ്ടി ഫർണിച്ചർ ഹബ്ബ്, പെരുമ്പാവൂര് വളരെ തടി വുഡിന് ഭയങ്കര പേരുകേട്ട സ്ഥലമാണ് പെരുമ്പാവൂർ. അവിടെ പ്ലൈവുഡിന്റെ പ്രൊഡക്ഷൻ വളരെയധികം നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു ഫർണിച്ചർ ഹബ്ബാക്കുക, കേരളത്തിനെ ഒരു ഗോൾഡ് ഹബ്ബാക്കുക, ഇതൊക്കെ അതിൽ പറയുന്ന സ്കീമുകളാണ്. എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാത്ത രീതിയിൽ കുറെ അധികം കൊമേഴ്ഷ്യൽ രീതിയിൽ കൊണ്ടുവരുന്നതെന്ന് അറിയത്തില്ല. പിന്നെ ബ്രാൻഡ് കേരളം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് കേരളത്തിന്റെ സ്പൈസസ്, അവരുടെ ട്രഡീഷണൽ ഫുഡുകൾ, അതിനെയൊക്കെ ഒരു ബ്രാൻഡ് ആക്കി മാറ്റി കൊമേഴ്ഷ്യലി അതിനെ സെയിൽ ചെയ്യുക. അപ്പം ബ്രാൻഡ് കേരളത്തിന് കേരള മാർക്ക് എന്ന് പറഞ്ഞൊരു പ്രത്യേക ഒരു സിമ്പലൊക്കെ വരും. ആ സിമ്പൽ വെച്ചിട്ടുള്ള എല്ലാ ഫുഡുകളും ബ്രാൻഡ് കേരളത്തിന്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പൊ അത് ഒരു നമ്മൾ FSSAI ചിഹ്നം എന്നൊക്കെ പറയില്ല, അതുപോലെ ബ്രാൻഡ് കേരളത്തിന് ഒരു ചിഹ്നം. അപ്പൊ ഇന്ദിരാ ഗ്യാരണ്ടി ഷോർട്ട് ലിസ്റ്റ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബഡ്ജറ്റിൽ 3 കാര്യങ്ങൾ മാത്രമേ മെൻഷൻ ചെയ്യുന്നുള്ളൂ. ഇതിൽ 2 തന്നെ നേരത്തെ മുൻകൂട്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഫ്രീ ട്രാവൽ ഫോർ വുമൺ ഇൻ KSRTC, അത് നടപ്പാക്കിയിട്ടുണ്ട്. പിന്നെ ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പ്ലാൻ. പിന്നീടുള്ളത് വെൽഫെയർ ഫോർ എൽഡർലി പീപ്പിൾ, വയോജനങ്ങൾക്ക് വേണ്ടുന്ന പെൻഷന്റെ കാര്യങ്ങളൊക്കെയാണ്. അതിനി നടപ്പാക്കാൻ വേണ്ടിയുള്ളതാണ്. ഏതാണ്ട് 3000 രൂപയാക്കുമെന്നാണ് പറയുന്നത്. അത് നടപ്പാക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പൊ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന് ഇനി ഒരു പുതിയ പേരിലായിരിക്കും അറിയപ്പെടാൻ പോകുന്നത്. തിങ്ക് ടാങ്ക് എന്നാണ് അതിന്റെ പേര്. ഇത് പെട്ടെന്ന് പറയാൻ തന്നെ നല്ല പാടാണ്. കോഴിക്കോടിലെ സൈബർ പാർക്ക്, കൊച്ചിയിലെ ഇൻഫോ പാർക്കിന്റെയും തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിന്റെയും ലെവലുകൾക്ക് ഉയർത്തിക്കൊണ്ടുവരുമെന്ന് പറയുന്നു. പിന്നീട് ഓൺലൈനായി ഗ്രാമസഭകൾ, അതായത് ഗ്രാമസഭയിൽ ഇപ്പം എന്താ പറയാ ഫിസിക്കലി അവിടെ അപ്പിയർ ചെയ്യാൻ പറ്റാത്തവർക്ക് ഓൺലൈനായി അതിൽ പങ്കെടുക്കാം എന്നുള്ള പുതിയൊരു സ്കീമും അതിൽ മെൻഷൻ ചെയ്തു വരുന്നു. പിന്നെ ഈ ബഡ്ജറ്റ് മൊത്തത്തിലൊന്ന് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും UDF ഗവൺമെന്റ് നന്നായി പ്രവർത്തിക്കുന്നുണ്ട് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി. അത് ഇപ്പൊ KSRTCയിൽ ഫ്രീ ട്രാവൽ ആയിക്കോട്ടെ, ഇപ്പൊ പറയുന്ന ഒരു സ്കീമാണ് മെൻസ്ട്രൽ ഹൈജീൻ ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. പിന്നീട് ഇതിന്റെ അണ്ടർ വരുന്നതാണ് സ്കൂൾ കുട്ടികൾക്ക് ഈ മെൻസ്ട്രൽ പീരീഡ് സമയത്ത് 3 മുതൽ 4 ദിവസം വരെ അവധി കൊടുക്കുന്നു എന്നുള്ളത്. ഇതും നല്ലൊരു ഇനിഷ്യേറ്റീവ് ആണ്. പക്ഷെ ആ സമയത്തുള്ള അവരുടെ പഠിപ്പ് മുടങ്ങാതെ അതിനെന്തെങ്കിലും ഒരു സെറ്റപ്പ് കൂടെ ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ നല്ലൊരു ഐഡിയ ആയി മാറും. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റം ഇൻ കേരള യൂണിവേഴ്സിറ്റി. ഈ കോളേജ് തലത്തിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ മാർക്ക് പോലെ നമ്മൾ പറയുന്ന ഒരു സാധനമാണ് സെമസ്റ്റർ വൈസ് ക്രെഡിറ്റ്സ് കിട്ടുക. ഈ ക്രെഡിറ്റ്സ് കേരള യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള കോളേജുകളിൽ നമ്മളിപ്പോ ഒരു കോളേജിൽ നിന്ന് മറ്റൊരു കോളേജിലേക്ക് ഇപ്പൊ ഒരു ഇടയ്ക്ക് വെച്ച് മാറിപ്പോവുക അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവിടെ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പൊ അങ്ങനല്ല. ഇപ്പം നിലവിൽ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് ഓരോ കോളേജിനും ക്രെഡിറ്റ് ഉള്ളത്. പക്ഷേ കേരള യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള കോളേജുകൾക്ക് ഇനിയും ഇൻഡിപെൻഡന്റ് ആയി അല്ല, മറിച്ച് ഒരു ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റം അവിടെ കൊണ്ടുവരുമെന്ന് ഗവൺമെന്റ് പറഞ്ഞു. അത് നല്ലൊരു സ്കീമായിട്ട് തോന്നി. വിഷൻ 2036 എന്ന് പറഞ്ഞൊരു സ്കീം എയിം ചെയ്യുന്നത് കേരളത്തിലെ യങ് അത്ലറ്റ്സിനെ ട്രെയിൻ ചെയ്ത് ഹൈ ലെവൽ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരെ 2036 ഒളിമ്പിക്സിൽ പങ്കെടുപ്പിക്കുക എന്നുള്ളതാണ്. ഇത് നല്ല ഒരു ഇന്നോവേറ്റീവ് ഐഡിയ ആണ്. ഓവർ അംബീഷ്യസ് ഒന്നുമല്ല. ഇതൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നടക്കും. കാരണം ഇനി ഒരു 10 വർഷമുണ്ട്, നല്ല സമയമുണ്ട് റെപ്രസെന്റ് ചെയ്യാനും അവിടെ നമുക്ക് വേണ്ടി ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയാണ് ഞാൻ ബജറ്റ് വായിച്ചപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയ കുറെ കാര്യങ്ങളാണ് നല്ലതായിട്ട് തോന്നിയ കാര്യങ്ങൾ. മെയിൻ ആയിട്ട് ഇവർ ഫോക്കസ് ചെയ്യുന്നത് സ്ത്രീ ശാക്തീകരണത്തിനാണ്. പിന്നെ രണ്ടാമത് വയോജനങ്ങൾക്ക് അവർ പ്രാധാന്യം കൊടുക്കുന്നു എന്ന് പറഞ്ഞു, അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പോർട്സ് പരമായി അധികമില്ലെങ്കിലും കുറച്ചൊക്കെ മെൻഷനിങ് ഉണ്ട്. എഡ്യൂക്കേഷണൽ പരമായി കുറച്ചുകൂടെ പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, കലിനറി ഇൻസ്റ്റിറ്റ്യൂട്ട്, പ്ലാനിങ് ആൻഡ് ആർക്കിടെക്ചർ, അതൊക്കെ നല്ല ഇതായിട്ട് തോന്നി. പിന്നീട് ഭയങ്കരമായിട്ട് അങ്ങ് കൊമേഴ്ഷ്യലൈസ് ചെയ്ത് പ്രൈവറ്റ് ഓണേഴ്സിന് വിട്ടുകൊടുക്കുന്ന പോലെ തോന്നി. പക്ഷെ അത് മൊത്തത്തിൽ ഇപ്പോൾ ഒരാളങ്ങ് ഒരു സ്റ്റേറ്റിനെ മൊത്തത്തിൽ അങ്ങ് പ്രൈവറ്റ് ഓണേഴ്സിനൊന്നും വിട്ടുകൊടുക്കൂല. ഇതിന് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് പ്രൈവറ്റ് ഓണേഴ്സ് ആയിരിക്കും. അവർ നല്ല രീതിയിൽ തന്നെ കേരളത്തിനെ ഒന്ന് ഇൻഫ്ലുവൻസ് ചെയ്യുകയും ചെയ്യും. ചുമ്മാ ഈ ഗോൾഡ് ഹബ്ബ്, ഫർണിച്ചർ ഹബ്ബ് എന്നൊക്കെ പറയുകയല്ലാതെ അതൊന്ന് ഇഫക്റ്റിൽ വന്നു കഴിഞ്ഞാലേ നമുക്കറിയത്തുള്ളൂ ഇതിന്റെ കുഴപ്പങ്ങൾ, അതിന്റെ നല്ല കാര്യങ്ങളും എല്ലാം തന്നെ. പിന്നെ മിഷൻ സമുദ്ര നല്ല വലിയൊരു ലാർജ് സ്കെയിൽ പ്രോജക്റ്റ് ആണ്. അതിന് 5 വർഷമൊന്നും പോരാ, നല്ല സമയം എടുക്കും. അത് ഇപ്പൊ തന്നെ അതിന്റെ ഒരു ഇതിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല സമയം എടുക്കും. ഇനി അടുത്ത ഗവൺമെന്റും UDF എടുത്തു കഴിഞ്ഞാൽ മേ ബി ഒരു 10 വർഷത്തിനുള്ളിൽ അത് ചിലപ്പോൾ നടപ്പാക്കാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പം മൊത്തത്തിൽ ഇതൊക്കെയാണ് പറയാനായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അത്രേ ഉള്ളൂ. ബഡ്ജറ്റ് 2026-27 മെൻഷൻ ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കുറെയൊക്കെ ഉണ്ട്, ഞാനത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഓവറോൾ പറഞ്ഞു കഴിഞ്ഞാൽ
നല്ലോണം പ്രോപ്പർലി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, മണ്ടത്തരമൊന്നും പറ്റാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ല കാര്യം തന്നെ ആയിരിക്കും. പിന്നെ അധികം അങ്ങ് അതിമോഹം ആകാതെ കുറച്ചൊക്കെ ഒന്ന് റാഷണലി ചിന്തിച്ചു കഴിഞ്ഞാൽ കുറെയൊക്കെ നടക്കുന്ന രീതിയിലുള്ള സ്കീമുകൾ തന്നെയാണ്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. താങ്ക് യു.